വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് തോർച്ചയൊക്കെ ഉള്ളായതുകൊണ്ട് കാട് പറിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. ഒരാള് ഭയങ്കര പണിയാണ് കേട്ടോ. കാടായിട്ടൊന്നുമില്ല, ചെറുത് ഇവിടെ ഒരാൾ അച്ചാന്ന് പഠിക്കുക. അച്ചാ ഇവിടെ ഭയങ്കര പരിപാടിയാ. ഉണങ്ങി നിൽക്കാണ്ട് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് ആക്കാം. അച്ചാ ഇവിടെ ഒരാൾ ഭയങ്കര അച്ചാവിളിയാണ് കേട്ടോ. ഈ ചെടി കാണാൻ നല്ല രസമാണല്ലേ, കാട്ടുചെടിയാണെന്ന് കണ്ടാൽ പറയത്തില്ല കേട്ടോ. നല്ല അടിപൊളി നല്ല രസമാണ് ഈ ചെടി ഇങ്ങനെ കാണാൻ. ഈടിക്കിതിങ്ങനെ നിൽപ്പുണ്ട്, കളയുന്നില്ല കേട്ടോ. നല്ല രസമാണ് നിൽക്കുന്നതാണ്. ഇതുണ്ടെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ, കളയണ്ട. എല്ലാം നല്ല രസമാണ്. ഓ വീടല്ലേ വയറിലാവൂല്ലയോ? അവിടെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഷോട്ട് ഇട്ടിട്ടുണ്ട്. ശരിക്കും കാണാൻ പറ്റത്തില്ല കേട്ടോ, ചെറിയൊരു ഇത് കണക്കെ കാണാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു വീട് ഞാൻ ഇടാമേ. ഇത് കണ്ട് നമ്മുടെ നാടൻ ചീര. ഇതായിരുന്നു നമ്മൾ പണ്ട് തോരൻ വെച്ചുകൊണ്ടിരുന്ന സാധനം. ഇപ്പോഴല്ലേ മറ്റേ ചീരയൊക്കെ. എന്തി ഇത് മരക്കൂണ. ഓ ഇത് മരക്കൂണ. കൂണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടിച്ചു മറ്റേ കൂണാണ്. ഞാൻ ഓർക്കുന്നത് ഈ വെയിലത്ത് എങ്ങനെ മറ്റേ കൂണ് വരുന്നത്, ഇടി വെട്ടുമ്പോഴല്ലേ വരുന്നത്. ഇതാണ് നമ്മുടെ സാമ്പാർ ചീരയാണ് കേട്ടോ. ഇതിൻ്റെ വീട് ഞാൻ ചുവട്ടിലിട്ടിട്ടുണ്ട്, ഇടാത്തൊന്നുമില്ല, എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിന് പൂ കണ്ട നല്ല രസമാണ് കണ്ട. പൂവിൻ്റെ കളർ നല്ല രസം, പിങ്കും യെല്ലോ ലൈറ്റ് കളറോടെ ചേർന്നിട്ടുള്ള കളറ്. ഇത് നമ്മുടെ ചേമ്പ് തോരൻ വെക്കാൻ നല്ല രസമാണ്. ഇത് നമ്മുടെ കാട്ടുവാസി. പിന്നെ അതാണ്ട് നമ്മുടെ കാന്താരി. കുറച്ച് വേസ്റ്റൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു, അങ്ങനെ വേസ്റ്റ് എല്ലാം കത്തിച്ചു. വേസ്റ്റ് എന്ത് കുറച്ച് പേപ്പറും ഒക്കെ ഉള്ളായിരുന്നു, അല്ലാതൊന്നുമില്ല. പ്ലാസ്റ്റിക് ഒന്നും ഇല്ലായിരുന്നു. ഇത് പിന്നെ ഒരു സൈസ് കാട്ട് ചെടീൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്, നേരിട്ടാണ് നല്ല രസമാണ് കേട്ടോ. വീഡിയോയിൽ അത്രയും അറിയത്തില്ല. എന്നാൽ ഇവിടെയും ചേമ്പ് നിൽപ്പുണ്ട് കേട്ടോ. ഇതാണ്ട് നമ്മുടെ മന്ദാരം നിൽപ്പുണ്ട് ഇവിടെ. ഇതാണ്ട് പേര. ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് ഇത് നമ്പ്യാർവട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് എൻ്റെ പേര് ശരിക്കും അറിയത്തല്ലേ. ഇവിടെ പിന്നെ നാണ്ട് കാപ്പിയുണ്ട്, പ്ലാവുണ്ട്. ഇന്ന് കുരങ്ങില്ല കേട്ടോ. കുരങ്ങ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇറങ്ങി ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല. ഇങ്ങനൊരു വീഡിയോ എടുക്കണം. ഇവിടെ ഒരാളുണ്ട് പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞ് പോവാം. അതുകൊണ്ട് ഈ ഇടിക്കത്തെ എല്ലാം കളഞ്ഞതാണ്. ഞങ്ങൾ ഉച്ചക്കത്തെ ആഹാരം കഴിച്ചില്ലായിരുന്നു കേട്ടോ. ഇനിയാണ് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയും കഴിക്കാം കേട്ടോ. അങ്ങോട്ടൊക്കെ റബ്ബറാണ് കേട്ടോ. റബ്ബർ അതാണ്. ഇതൊരു കാട്ടുചെടിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇതുപോലത്തെ ഇഷ്ടം മോണിക്കോടെ നിൽപ്പുണ്ട് കേട്ടോ. നല്ല രസം ഇതിങ്ങനെ. വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ മുളകൊക്കെ ഉണക്കാനിട്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മുളകൊക്കെ ഉണങ്ങി കിട്ടി ഏകദേശം.
ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മഴ ചാറി കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കുന്ന മുളകൊക്കെ എടുത്ത് അപ്പോൾ മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ ചാറ്റൽ പോലാണ് വന്നത്, ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വെയിൽ വന്നുകൊണ്ട് തന്നെ മഴ ചാറ്റലും വന്ന്. ഇന്ന് മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞിരുന്ന, പക്ഷേ മഴ പെയ്തു കേട്ടോ. കാലാവസ്ഥ ഇത് വല്ലാത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ. വെയിൽ 1 മണിക്കൂറുണ്ടെങ്കിൽ 2 മണിക്കൂർ മഴയാണ് വരുന്നത്. ഇപ്പോഴത്തെ കാലം അങ്ങനെയൊക്കെയാണ്.